താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയെ വിശപ്പുരഹിത ആശുപത്രിയാക്കി മാറ്റുന്ന ഹങ്കർ ഫ്രീ ഹോസ്പിറ്റൽ പദ്ധതി പ്രവർത്തനം ആരംഭിച്ച് 2 വർഷം തികയുകയാണ്. മറ്റ് ആശുപത്രികൾക്കെല്ലാം തന്നെ മാതൃകയായി മാറുന്ന പദ്ധതിയുടെ 2ാം വാർഷിക ഉദ്ഘാടനം ഇടുക്കി എം.പി. ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. കോതമംഗലം താലൂക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കായി നടത്തിവരുന്ന പദ്ധതിയാണ് ഇത്. കോതമംഗലം താലൂക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങളുടെ സഹായത്തോടെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ ഭക്ഷണം നൽകുന്ന വിശപ്പുരഹിത ആശുപത്രി പദ്ധതിയുടെ 2ാമത് വാർഷികം ആഘോഷിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ സി സ്വാഗതം ആശംസിച്ചു. ഇടുക്കി എം.പി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ തന്നെ ഏറ്റവും മാതൃകയായി കാണാൻ കഴിയുന്ന വിശപ്പുരഹിത ആശുപത്രി അതിൻ്റെ 2ാം വാർഷികത്തിൻ്റെ ആഘോഷ പരിപാടിയിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സംതൃപ്തിയുള്ള ഏറ്റവും സന്തോഷമുള്ള ഒരു ചടങ്ങിനാണ് ഇവിടെ പങ്കെടുക്കുന്നത്. കേരളത്തിലെ മറ്റ് സർക്കാർ ആശുപത്രികൾക്ക് മാതൃകയാണ് കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ വിശപ്പുരഹിത ആശുപത്രി പദ്ധതിയെന്ന് അദ്ദേഹം പറഞ്ഞു. എറണാകുളം ജില്ലാ കളക്ടർ ജി. പ്രിയങ്ക IAS മുഖ്യപ്രഭാഷണം നടത്തി. പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ദിശാബോധം നൽകുന്നതും അഭിനന്ദനാർഹവുമാണെന്ന് കളക്ടർ പറഞ്ഞു. 2025-26 വർഷത്തെ പദ്ധതിക്കായി വിവിധ സംഘടനകൾ നൽകിയ ഫണ്ട് ജില്ലാ കളക്ടർ ഏറ്റുവാങ്ങി. EM ജോണി ഇടക്കാട്ടുകുടിയിൽ ആശുപത്രിക്ക് സമർപ്പിച്ച പീഡിയാട്രിക് പ്ലേ ഏരിയ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഏറ്റുവാങ്ങി. 2025-26 വർഷത്തെ 32 പങ്കാളികളെ ജില്ലാ കളക്ടർ മെമന്റോ നൽകി ആദരിച്ചു. സിന്ധു ജിജോ, CPS ബാലൻ, മിനി മാത്യു, PM അബൂബക്കർ, റഷീദ് കോട്ടയിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി മാത്യു P. ജേക്കബ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രസിഡന്റ് EV എബ്രഹാം നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.